ദയവേത് ശബരിമല അയ്യപ്പന്റെ കേസിൽ രാഷ്ട്രീയം എടുത്തിടരുത്. കഴിഞ്ഞ 65 വർഷമായിട്ട് കേരളം UDF ഭരിച്ചു, LDF ഭരിച്ചു, എല്ലാ BJP ഭരിച്ചു, എല്ലാ പാർട്ടിയും ഭരിച്ചു. അപ്പോൾ ശബരിമല ഡെവലപ്മെന്റ് ഉണ്ടാകാത്ത കഴിഞ്ഞ 65 കൊല്ലം ഭരിച്ച എല്ലാ ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമാണ്. കേന്ദ്ര ഗവൺമെന്റ് 47 വർഷം കോൺഗ്രസ് ഭരിച്ചു, 22 വർഷം BJP ഭരിച്ചു, 4 വർഷം സംയുക്ത വിധായകൾ ഭരിച്ചു. കേന്ദ്രം ശബരിമല ചെയ്യാത്തതിന്റെ കുറ്റം കഴിഞ്ഞ 77 വർഷം ഇന്ത്യ ഭരിച്ച എല്ലാ ഗവൺമെന്റിന്റെയും എല്ലാ രാഷ്ട്രീയ കക്ഷിയുടെയും ബാധ്യമാണ്. അതുകൊണ്ട് ശൈവരെയും വൈഷ്ണവരെയും ശാക്തേയരെയും യോജിപ്പിച്ച അയ്യപ്പ സങ്കല്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയവും ദയവ് ഇടരുത്. അവതാരികയുടെ പേര് തന്നെ സ്മൃതി എന്നാണ്. കഴിഞ്ഞ 77 വർഷത്തെ സ്മൃതി നമുക്കുണ്ടാവണം ശബരിമലയുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ. ആ ശബരിമലയിൽ ഹൈക്കോടതി പറയുന്നതനുസരിച്ച് 50 പേരിലേക്ക് ഒതുക്കിയാൽ 90 ലക്ഷം പേരോടെ വരാമെന്ന് നമ്മളെ തടയും. അത് ഒരു കാരണവശാലും ഉണ്ടാവരുത്. അവർ വരാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. തന്നെയല്ല, ഇന്നലെ 1 ലക്ഷം വന്നുള്ളൂ. സാധാരണ നട തുറക്കുന്ന ദിവസം 50,000 55,000 ക്രോസ് ചെയ്യാറില്ല. ഇന്നലെ ഒരു 45,000 പേര് ക്രോസ് ചെയ്തു. അതുകൊണ്ടാണ് അത്രയും സങ്കല്പമുണ്ട്. പക്ഷെ അത് ഭംഗിയായിട്ട് പോലീസ് പരിഹരിച്ചു. പക്ഷെ മകരസംക്രാന്തി വരുമ്പോഴേ 6 ലക്ഷം പേര് വരും. ഇന്നലെ വന്നതിന് 6 ഇരട്ടി വരും. അന്നൊരു പ്രശ്നം ഉണ്ടാകാതെ അത് കൈകാര്യം ചെയ്യാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയം മറന്ന് അവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. കേന്ദ്രം ചെയ്യാനുള്ള കേന്ദ്രം ചെയ്യണം, സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാനുള്ള സംസ്ഥാന ഗവൺമെന്റ് ചെയ്യണം. ഇവിടെ അവിടെ പോരായ്മകളുള്ളത് അടുത്ത 25 കൊല്ലം കൊണ്ട് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെ പറ്റിയാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അത് കാലാകാലങ്ങളിലൂടെ ഭരിക്കുന്ന ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും മാർക്സിസ്റ്റ് ഗവൺമെന്റ് ആയാലും നാളെ BJP ഗവൺമെന്റ് ഭരിച്ചാലും 25 കൊല്ലം കൊണ്ട് നടപ്പാക്കേണ്ട കാര്യമാണ് മഹാസംഗമത്തിൽ ചർച്ച തീരുമാനിക്കുന്നത്. അത് രാഷ്ട്രീയത്തിന് അതീതമായി അത് നടപ്പാക്കാൻ ശ്രമിക്കാൻ എല്ലാ പാർട്ടിയും ശ്രമിക്കേണ്ടത്. ദയവ് രാഷ്ട്രീയം കടത്തരുത്.